ഹലോ വെൽക്കം ടു റിയാങ്സ്. അപ്പം ഞാൻ എങ്ങോട്ടാണ് നടന്നു പോകണമെന്നാണ് നിങ്ങൾ ചിന്തിക്കണില്ലെങ്കിൽ ഞാൻ പറയണല്ലോ, അതാണല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മൾ ബാക്ക് ടു കോളേജാണ് ഗൈസ്. പരിസരം ബോധമല്ല സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. സോ നമ്മൾ ബാക്ക് ടു കോളേജാണ്. ഞാൻ കോളേജിൽ പോവാണ്, പഠിക്കാനല്ല, കുറച്ച് പരിപാടികൾ ഉണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങാനും അപ്ലൈ ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മളതിന് വേണ്ടി കോളേജിൽ പോവാണ്. വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കാനൊന്നും പറ്റില്ല, ഫ്രണ്ട്സും കസിൻസും ഒക്കെ അവിടെ വന്നിക്കണ്. സോ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്നുള്ള ഇതിൽ ഓടുകയാണ്. ബസ് കിട്ടുമോയെന്നറിയില്ല ഗൈസ്. എനിവേ, ആദ്യമായിട്ട് കാണുന്ന പോലെയാണെങ്കിൽ വീഡിയോ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും പോണതും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നൊരു ഡേ മൊത്തം എന്തായിരിക്കും എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കാം. അവിടുത്തെ തിരക്കനുസരിച്ചിട്ട് ഇരിക്കും എന്തായിരിക്കും എന്നുള്ളത്. ഞാൻ എന്തായാലും ഒഴിവിനനുസരിച്ചിട്ടെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. സോ നമുക്ക് ഇവിടുന്ന് സ്റ്റോപ്പിൽ ഒരു 5 മിനിറ്റ് നടക്കേണ്ടതുണ്ട്. നമ്മൾ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ അതന്നെ ഇപ്പം നടക്കണമൊക്കെ കാണാം. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മളെ വിചാരിപ്പിച്ച റോഡ്. ഇതിലൂടെ ഒരു 5 മിനിറ്റ് നടക്കണം. ഞാൻ ഒറ്റയ്ക്ക് നടന്ന് വർത്താനം പറഞ്ഞ് പോരുമ്പോൾ പുറത്തുള്ള ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും എനിക്ക് മാനസികമാണെന്ന്. നല്ല വിഷയമല്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ബസ് കിട്ടുമല്ലേന്ന് അറിയില്ലെന്ന്. ചെന്നൈക്കൻ്റെ മുന്നേ കൂടി ഒരു ബസ് പാസ് ചെയ്ത് പോയി ഗൈസ്. പിന്നെ ഓടാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് എനിക്ക് നമുക്ക് വീണ്ടും ബസ് കിട്ടി, സീറ്റൊക്കെ കിട്ടി, വിൻഡോ സീറ്റൊക്കെ കിട്ടി. നമ്മൾ ആസ്വദിച്ച് പോവുകയാണ് ഗൈസ്. ടിക്കറ്റൊക്കെ കൊടുത്ത് സീറ്റൊക്കെ കിട്ടി. എന്തായാലും നമ്മൾ പുറത്തൊക്കെ നോക്കി സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ എന്നെ കാത്തുവരൊക്കെ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ മേൽപ്പറയപ്പെട്ട കോളേജ്. ഇതാണ് ഞങ്ങളെ ജോസഫേട്ടൻ്റെ കെട്ടിടം. ഇവിടെ ഇല്ല കേട്ടോ. അതാകണു. ഹായ്. ഓക്കെ, ജോസഫേട്ടൻ വർക്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ ഓൾക്ക് ക്ലാസ് ഉണ്ട് പറഞ്ഞാൽ അങ്ങനെ അവൾ പോയി. ഞങ്ങൾ സെക്യൂരിറ്റിൻ്റെ അവിടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ഞങ്ങളും കോളേജിലേക്ക് കയറുകയാണ് ഗൈസ്. ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങൾ എഗെയിൻ കോളേജിലേക്ക് പോവാണ്. അങ്ങനെ റൊമീനക്ക് ഭയങ്കര മടിയായിരുന്നു ഗൈസ് ക്യാമറയുടെ മുന്നിൽ. പിന്നെ കുറച്ചോള് കൊണിയണുണ്ട്, എന്നാലും മെയിൻ ആക്കണ്ട. ഓക്കെ, ഞങ്ങളെ സ്പോർട്സിൻ്റെ സാറാണ് സെലിത് സാറ്. ഇത് റുമീന, ഓളെ ക്രഷാ. സോ ഇതാണ് നമ്മുടെ കോളേജ്. മൊത്തം ശൂന്യമായി കിടക്കുകയാണ് ഗൈസ്. പ്രിൻസി ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് കുട്ടികളൊന്നും വല്ല പുറത്ത് കാണാൻ പറ്റില്ല. സോ ഭയങ്കര ശൂന്യമായ ഒരു സ്പേസ് ആയിരുന്നു. നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഭാഗത്താണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ സൗണ്ട് ക്ലിയർ അല്ല. സോ നമുക്ക് ആദ്യം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. അവിടെ നമ്മുടെ അഡ്മിഷൻ നമ്പറും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഓഫീസിൽ പോയി നമ്മൾ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ TC വാങ്ങാൻ വേണ്ടിയിട്ടാണ്. സോ അത് വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ നോക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാൻ ടൈം വന്നിട്ട് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്ത് വയ്ക്കുന്നു. അങ്ങനത്തെ മാതിരി നല്ല കോളേജ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ചപ്പോൾ എൻ്റർടൈൻമെൻറ്റ് കോളേജൊക്കെ പുറത്തു പോകാൻ ക്ലാസ് പക്ഷേ ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു മനുഷ്യനെ കുട്ടി പുറത്ത് ഇത്ര സ്ട്രിക്റ്റ് ആണ്. ഞങ്ങൾ പ്രിൻസിനെ വിളിച്ചിട്ട് കോളേജിനൊന്നും ആരുമില്ല ഗൈസ്. വാല്യുവേഷൻ ക്യാമ്പ് ആയതുകൊണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് അടച്ചിട്ടിരിക്കണം. നമ്മളിങ്ങനെ തെണ്ടുന്നുണ്ട്, വന്നത് വെറുതെ കോളേജിൽ ID കാർഡ് ഒന്നും ഇല്ലാതെയാണ് പോകുന്നത്. അങ്ങനെ 2-3 ക്ലാസ് ID കാർഡ് ഇല്ലാതെ TC ഇട്ടില്ല പറയുന്നത്. പഴയ കോളേജിൻ്റെ ഒരു വൈബൊക്കെ ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് ഗൈസ്. ഇത് ഞങ്ങളെ മൊയ്തീൻ സാറാണ്. ചാറ്റല്ലത് യൂട്യൂബിൽ വീഡിയോ എടുക്കാം. ഇപ്പം നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവിടുത്തെ സാറ് പള്ളിയിൽ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോകുന്നതിൻ്റെ മുന്നേ എത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഓഫീസിൻ്റെ അവിടുന്ന് നേരെ ഡിപ്പാർട്ട്മെൻറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ അവിടുന്ന് ഒരുപാട് നടക്കണമായിരുന്നു. സോ എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂപ്പര് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കായിരുന്നു ഗൈസ്. ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷേ സ്പീഡ് ആയതുകൊണ്ട് വോയിസ് ശരിക്കും ക്ലിയറായി കിട്ടുന്നില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ ജിമ്മ് ഗൈസ്, നമ്മുടെ കോളേജ് ജിമ്മ്. നമ്മളിവിടെ വരലും അതേപോലെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യലൊക്കെ ഉണ്ട്. കൂടുതൽ സമയം സൊള്ളാനാണ് വരൽ. പെണ്ണുങ്ങൾ പിന്നെ സൊള്ളൽ കുറച്ച് കൂടുതലാണല്ലോ അങ്ങനെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും സ്പോർട്സിന് പ്രാക്ടീസിൻ്റെ മുന്നേ ആയിട്ട്. സോ ഇതായിരുന്നു. ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. കോളേജിൽ NAAC വിസിറ്റ് ആയതുകൊണ്ട് കോളേജിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
സോ ഇതാണ് നമ്മളെ മെയിൻ. നമുക്ക് സാധാരണ ഗേൾസിന് മിറർ കിട്ടിയാൽ ഒന്നെങ്കിൽ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഷാൾ എന്തെങ്കിലും റെഡിയാക്കുക. അതെന്നായിരുന്നു അന്നും സ്ഥിരം പരിപാടി. സോ ഞാൻ എന്തൊക്കെയോ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ബട്ട് വോയിസ് ശരിക്കും ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ ഓൺ വോയിസ് കൊടുക്കുകയാണ്. സോ നമ്മൾ ഇവിടുന്ന് സാധനം കളക്ട് ചെയ്തിട്ട് പോവാണ് ഇനി. ഓക്കെ, ഇതാണ് നമ്മുടെ കോളേജ് പള്ളി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കിലൊരു ഗേറ്റ് ഉണ്ട്, ആ വഴിയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഓഫീസിലത്തെ ആൾക്കാരൊക്കെ പള്ളിയിൽ പോയിക്കാണ്. അപ്പോൾ അവർ വരുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ കസിനും ഫ്രണ്ടും എല്ലാവരും കൂടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങളെ ഫേമസ് ആയിട്ടുള്ളൊരു സിദ്ധിപ്പാട ഇട ഉണ്ട് ഇവിടെ. സോ പള്ളിൻ്റെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. സോ ഞങ്ങളത് കൂടി വേഗം രക്ഷപ്പെട്ടു. നമ്മൾ സിദ്ധിപ്പാട റോട്ടിൽ കയറി പള്ളിയുടെ ബാക്ക് കൂടിയാണ് നമ്മൾ ഇടവഴി. ഇതിലൂടെയാണ് ഞങ്ങൾ മതിൽ ചാടിയിരുന്നത്. അങ്ങനെ നമ്മൾ സംസാരിച്ചു കണ്ട് അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോളേജിൽ നമ്മളെ ജൂനിയേഴ്സിനെ പരിചയമുള്ള കുറച്ച് ആൾക്കാരെ കണ്ടു. അതേമാതിരി ഞങ്ങൾ സംസാരിച്ച് മൂന്നാളും അങ്ങനെ അവിടേക്ക് നടക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. സോ നമ്മൾ നടക്കുകയാണ്. നമ്മുടെ മേൽ പറയപ്പെട്ട സിദ്ധിപ്പാട പീടിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. റൂമി ഭയങ്കര സീരിയസ് ആയിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. സിദ്ധിപ്പാട കട ഒന്ന് മെനയാക്കിയിരിക്കണം ഗൈസ്. അതാണ് നമ്മളെ സിദ്ധിപ്പ, മസിലാലിയൻ സിദ്ധി. ഞങ്ങൾ കോളേജിലായപ്പോൾ അവിടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. സോ ഞങ്ങളെ കണ്ടപ്പോൾ ആൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവർ ഫാമിലി മൊത്തം അവിടെയായിരുന്നു. സോ നമ്മൾ വിശേഷം കാര്യങ്ങളും കണ്ട് നമ്മൾ ബിരിയാണിയൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഗൈസ്. ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. കോളേജിലായപ്പോൾ ഞങ്ങളും ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല ഗൈസ്. കോളേജിൽ MES കല്ലടി കോളേജിൽ പഠിക്കണമെങ്കിൽ സിദ്ധിപ്പാട ബിരിയാണി തിന്നാത്തത് ആകെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഫേമസ്. ഇതാണ് ഞങ്ങളെ സിദ്ധിപ്പ. ഞാൻ വ്ളോഗാണ്. നിങ്ങളെ മിമിക്രിയോ കാട്ടിങ്ങളെ സോനന്റെ ആളാ. സിദ്ധിപ്പാട ബിരിയാണിയാണ് ഇവിടുത്തെ മെയിൻ. സിദ്ധിപ്പാട പെണ്ണുങ്ങള് ബിരിയാണി വന്നിട്ടുണ്ട്. ഓലൊന്നും ഞങ്ങൾക്ക് അറിയില്ല. സോ നമുക്കിനി ബിരിയാണി തിന്നിട്ട് കാണാം. നമ്മൾ ഫുഡ് കഴിച്ച് വന്ന് ഓഫീസിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവിടെ എന്തോ പ്രിൻ്റർ കംപ്ലൈൻ്റ് ആണ്, പ്രിൻറ്റ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഗൈസ്. 10 മിനിറ്റ് കൊണ്ട് കഴിയേണ്ട പരിപാടി നമ്മളൊരു ദിവസമാണ്. അതായത് ഗൈസ് ഉച്ചയ്ക്ക് ശേഷം ഫ്രണ്ട്സ് റൗണ്ട്സിന് വയ്ക്കണം പറഞ്ഞിട്ട് ഗൈസ് 2 മണിക്ക് പോയിട്ട് തിരിച്ച് വന്നിക്കണം 4 മണിക്ക്. മൂപ്പരെ സൈൻ കിട്ടാതെ അത് കംപ്ലീറ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ടൊരു സൈന് വേണ്ടി നമ്മൾ 3 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നിന്നു ഗൈസ്. അങ്ങനെ ചടച്ചു നമ്മൾ. സോ ലോങ് കാത്തിരിപ്പിന് ശേഷം സാധനം കിട്ടിയിരിക്കുന്നുണ്ട് ഗൈസ്. ഇതിന് ചില്ലറ ഒരു ദിവസമാണ് ഞങ്ങൾ കാത്തിരുന്നത്. എനിവേ ഇത് കിട്ടി, ഞങ്ങൾ വീട്ടിൽ പോവാണെങ്കിൽ. സോ അവിടുന്ന് നമ്മൾ നേരെ മണ്ണാർക്കാടാണ് പോയത്, സ്റ്റാൻഡിലേക്ക്. അവിടെ നമ്മളെ ഫ്രണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കുറേ നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. സോ നമ്മൾ സാധനം വാങ്ങിയിട്ട് നമ്മളോളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി ഗൈസ്. സോ ഇതാണ് നമ്മളെ വെയിറ്റ് ചെയ്തിരുന്ന ഫ്രണ്ട്, PP കരാട്ടെ. ഞങ്ങളെ കരാട്ട റൈഡറാണ് ഓള്. അടിപൊളി കരാട്ട, നാഷണൽ പ്ലെയറാണ്, സ്റ്റേറ്റ് പ്ലെയറാണ്, എല്ലാം ഉണ്ട്. സകലകല വല്ലഭ്യാണ്. അപ്പോൾ ഓള് ഞങ്ങൾക്ക് വെള്ളം വാങ്ങി തരാറുണ്ട്. ഞങ്ങളവിടെ ഫേമസ് ബേക്കറി കയറി. അവളൊരു ഫിറ്റ്നസ് ട്രെയിനറായിട്ടൊരു ജിമ്മിൽ കയറിയിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞു. ഓളെ ചിലവാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫേമസിൽ. നമ്മളൊരു ചിക്കൻ റോളും ജ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ സാധനങ്ങൾ എത്തി. നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ റോളും അതേപോലെ ഞാനൊരു ടെൻഡർ ജ്യൂസും PP ഒരു ചായയും അതേപോലെ റൂമി ഒരു ലൈമുമാണ് പറഞ്ഞിരുന്നത്. സോ നമ്മൾ വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. PP എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇത് കുടിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, സോ നമ്മളത് കഴിച്ച് ബില്ലൊക്കെ അടിച്ച് നമ്മൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.